ഹലോ, നമസ്കാരം. ഞങ്ങൾ ശ്രീനഗറിലാണ്. ശ്രീനഗറിലെ കാഴ്ചകളും ഞങ്ങൾ പോയ ശിക്കാര റൈഡിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ. ഞങ്ങൾ ടൗണിലേക്ക് എത്തുകയാണ്. ഒരുപാട് ഭംഗിയുള്ള വീടുകൾ നിങ്ങൾക്ക് രണ്ട് സൈഡിലും കാണാം. വലിയ വലിയ വീടുകളും, പക്ഷേ എല്ലാത്തിനും ചെരിഞ്ഞ ഒരു മേൽക്കൂരയാണ് ഉണ്ടായിരുന്നത്. ആ ഒരു സ്ട്രക്ചറിൻ്റെ ഭംഗി കാരണമായിരിക്കാം ഇവിടെ കാണുന്ന വലിയ വലിയ വീടുകളുടെ പോലെ ഒരു ഭീകരതയൊന്നും തോന്നുന്നില്ല. എല്ലാം ഭയങ്കര ക്യൂട്ടായിട്ടാണ് തോന്നുന്നുണ്ടായിരുന്നത്. ടൗണിലേക്ക് എത്തും തോറും രണ്ട് സൈഡിലും ഈ ലേഔട്ട് പോലെ ഇഷ്ടംപോലെ വലിയ വലിയ വീടുകൾ കണ്ടായിരുന്നു. ഒരു ഏരിയ മുഴുവൻ കുറേ വലിയ വലിയ വീടുകൾ, അങ്ങനെയാണ് എല്ലാം ഉണ്ടായിരുന്നത്. അതിൻ്റെ മുന്നിലൊക്കെ ഇഷ്ടംപോലെ കച്ചവട സ്ഥാപനങ്ങളും. ഞങ്ങളങ്ങനെ ശ്രീനഗർ ടൗണിലേക്ക് എത്തി. ഹോട്ടൽ പാം സ്പ്രിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഹോട്ടലിലാണ് ഞങ്ങൾ താമസിക്കേണ്ടായിരുന്നത്. ഓരോരുത്തരായി എത്തി വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് തുടങ്ങി. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് ഉള്ളിലേക്ക് കയറി. അവിടുന്ന് വെൽക്കം ഡ്രിങ്കായിട്ട് സാഫ്രൺ ഇട്ടിട്ടുള്ള ചായയാണ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതിന്. ഇതായിരുന്നു അവരുടെ ലോബി. വലിയ ഹോട്ടലാണ്, വലിയ അടിപൊളി ലോബിയൊക്കെ ആയിരുന്നു. ചുരിദാറൊക്കെ ഉണ്ട്. ഞങ്ങൾ റൂമിലേക്ക് എത്തുകയാണ്. ഞങ്ങളുടെ റൂമിൻ്റെ മുമ്പിലൊക്കെ അപ്പോഴേക്കും തന്നെ ബാഗുകളൊക്കെ ഇവരോടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. സ്യൂട്ട് റൂമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. പ്രിൻസ് സ്യൂട്ട് റൂം എന്നുള്ളതാണെന്ന് ഞങ്ങളുടെ റൂമുണ്ടായിരുന്നു. ഇങ്ങനെയാണ് റൂമിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നത്. കിടക്കുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ വലിയൊരു അലമാറിയാണ്, ഒരുപാട് കളികളുള്ള വലിയൊരു അലമാറി. നമ്മൾ ഈ ഒരു ദിവസത്തിന് വരുമ്പോൾ ഇതിൻ്റെ ഒന്നും ഇത്ര ആവശ്യം തന്നെ ഇല്ലായിരുന്നു. പിന്നെ നമുക്ക് അവിടെ ലെഫ്റ്റ് സൈഡിലൊരു വലിയ കണ്ണാടി ഉണ്ടായിരുന്നു. ഞങ്ങൾ വരികയാണ് കേട്ടോ, അത്രയായിട്ടുള്ള ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടായിരുന്നു വലിയൊരു ബാത്റൂം, ബാത്ത് ടബും ഒക്കെ ഉള്ളൊരു ബാത്റൂം. അത് കഴിഞ്ഞ് അവിടെ ഞങ്ങളുടെ ബെഡ്റൂം. ഇത് സ്യൂട്ട് റൂമാണ്. അതുകൊണ്ട് തന്നെ സോഫയും അതുപോലെ ടേബിളും ഒക്കെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ വെച്ചാൽ ബാത്റൂം ഇങ്ങനെ കാണാം കേട്ടോ. അതിനൊരു കർട്ടനൊക്കെ ഉണ്ട്, അതൊന്നും വേണമെങ്കിൽ. ഒന്ന് ഫ്രഷായി ഉടൻ തന്നെ ഞങ്ങളൊന്ന് പുറത്തിറങ്ങി. വേറൊന്നുമല്ലായിരുന്നു ഉദ്ദേശം, ദാൽ ലേക്ക് കാണൽ തന്നെയായിരുന്നു. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഒരുപാട് ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല ദാൽ ലേക്കിലേക്ക്. പക്ഷേ ഞങ്ങളുടെ ടൗണൊക്കെ ഒന്ന് ചുറ്റി കഴിഞ്ഞിട്ടാണ് ദാൽ ലേക്കിലെത്തിയത്. ഇതും ദാൽ ലേക്കിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെയും ഒരുപാട് ഘാട്ടുകളും അതുപോലെ തന്നെ വഞ്ചികളും ഒക്കെ കാണാമായിരുന്നു. ഷിക്കാര എന്നുള്ളതാണ് ഇവരുടെ വഞ്ചിയുടെ ഒരു പേര്. ഇവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ടൗണിലുള്ള ഒരു തിരക്കാണ്. ഇതവരുടെ ബസ്സാണ്, ശ്രീനഗർ ബസ് എന്ന് പറഞ്ഞ സൈറ്റ് സീയിങ്ങിനുള്ള ബസ്സാണ്. ദാൽ ലേക്കിൻ്റെ ചുറ്റും കറങ്ങലൊന്നും എളുപ്പമായിരുന്നില്ല. ഒരുപാട് വലുതാണ് ദാൽ ലേക്ക്. 72 കിലോമീറ്റർ ഉണ്ട് അത്ര ഇതിൻ്റെ ചുറ്റും മാത്രമായിട്ട്. അതുകൊണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ നിന്ന് കുറച്ച് വീഡിയോകളെടുത്തു, കുറച്ച് ഫോട്ടോകളെടുത്തു. അങ്ങനെ ഞങ്ങളും ഘാട്ടുകളിലേക്ക് പോയി. അവിടെയാണ് ഷിക്കാര റൈഡുകളുള്ളത്. ഞങ്ങൾ ഒരുപാട് പേര് കൂടിയിട്ടാണ് റൈഡിന് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും ഓരോരുത്തരും ഓരോ ഘാട്ടിലെത്തിപ്പെട്ടു. 10-20 ഘാട്ടുകളുണ്ട്. ഞങ്ങൾ എത്തിപ്പെട്ടത് ഘാട്ട് നമ്പർ 3ൻ്റെ മുന്നിലായിരുന്നു. ഞങ്ങളവിടെ എത്തിയതും ഷിക്കാര ബോട്ടുകളുള്ള ആൾക്കാർ ഞങ്ങളെ പൊതിഞ്ഞു തുടങ്ങി. ഓരോരുത്തരായിട്ട് ഓരോ റേറ്റുകൾ പറഞ്ഞു. ഞങ്ങളൊരു ഐഡിയയും വെച്ചിട്ടാണ് പോയിണ്ടായിരുന്നത്, പലരോടും ചോദിച്ചിട്ട്. 2000 മുതൽക്ക് പറഞ്ഞ അവസാനം ഞങ്ങളെ അവർ 600 രൂപയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഈ തോണിയിലാണ് ഞങ്ങൾ പോണത്. ഞങ്ങൾ കയറിയിരുന്നു. 4 പേർക്ക് സുഖമായിട്ട് പോകാവുന്ന തോണിയാണിത്. എല്ലാ തോണികളും നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ പൂവൊക്കെ വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. ചാരി നമുക്ക് കിടക്കാം, റിലാക്സ് ചെയ്ത് കിടക്കാവുന്ന ഒരു സ്ഥലവും അതിൻ്റെ മുന്നിൽ ഇരിക്കാവുന്ന ഒരു സ്പേസുമാണ് ഉള്ളത്. ഏകദേശം 2 മണിക്കൂറാണ് ഒരു യാത്ര. നമ്മൾ ബോട്ട് കയറുമ്പോൾ തന്നെ കച്ചവടക്കാർ നമ്മളെ പൊതിയാൻ തുടങ്ങും. ആദ്യം വന്നത് ഫോട്ടോ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു. ഇയാൾ പറഞ്ഞു അവരുടെ ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ എടുത്തു തരാമെന്ന്. വേണ്ട, ഫോട്ടോ വേണോ? രമേശേട്ടന് ഇങ്ങനെ ഇരിക്കാനാണ് പ്രസുഖം കൂടുതൽ. വെള്ളമൊക്കെ തുടർന്ന ഇങ്ങനെ തുഴയുണ്ട് ആൾക്കാർ. ഇവിടെയൊക്കെ ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടുകൾ ഇങ്ങനെ നിർത്തിയിട്ടുള്ളതാ. അതിൽ താമസിക്കാം നമുക്ക്. ഇങ്ങനെയാണ് ഓരോ ബോട്ടുകളും ഉണ്ടാവുക. അതിൻ്റെ ഉള്ളിൽ താമസിക്കാം. നമ്മുടെ ഹൗസ് ബോട്ടൊക്കെ ഇല്ലേ അതുപോലെ തന്നെ.
ഇതൊക്കെ ഫ്ലോട്ടിംഗ് ഹോട്ടലുകളാണ്. ഇങ്ങനെ കച്ചവടക്കാർ വന്നിട്ട് നോക്കുക. ഇതിന് 250 റുപ്പീസ്. ഇത് കണ്ടോ, ഇത് SBIയുടെ ATM ആണ്, ഫ്ലോട്ടിംഗ് ATM. കടകളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ചെറിയ ബോട്ടുണ്ട്, ബോട്ടിലാണ് ഒരു മെയിൻ ഇതിന്ന് വേറൊന്നിലേക്ക് തിരിഞ്ഞു. അവിടെയൊക്കെ ഹൗസ് ബോട്ടുകളുണ്ട്. ഇതാണ് വാട്ടർ ലില്ലി. ഞങ്ങളുടെ ബോട്ടുകാരൻ ഞങ്ങൾക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു തന്നു തുടങ്ങി. ഈ ദൂരെ കാണുന്നതാണ് അത്ര ശങ്കരാചാര്യരുടെ അമ്പലമാണെന്നാണ് അയാൾ പറഞ്ഞത്. ആ മലയുടെ മുകളിലേക്ക് കയറാൻ വേറെ വഴിയുണ്ട്, പക്ഷേ സന്ധ്യ ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ആരും പോകാറില്ല എന്ന് പറഞ്ഞു. ഈ ഒരു ഭാഗത്തിന് ഗോൾഡൻ സ്ട്രീറ്റ് എന്നാണ് അത്ര പറയുക. എന്ന് പറഞ്ഞാൽ സന്ധ്യ ആയി കഴിഞ്ഞാൽ 2 സൈഡിലും നിറച്ച് ലൈറ്റുകൾ ഇടും. അത് ശരിക്കും തിളങ്ങുന്ന കാരണം ഗോൾഡ് പോലെ ഇരിക്കുന്നത്. സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലമാണത്രേ. ആദ്യം ഞങ്ങൾ ചോദിക്കുന്ന ഓരോരോ സംശയങ്ങൾക്ക് അയാൾ മറുപടി പറഞ്ഞു തുടങ്ങി. പിന്നെ അയാൾ ഒരുപാട് കഥകൾ ഈ ഒരു ദാൽ ലേക്കിനെ പറ്റിയിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. ഈ ദാൽ ലേക്കിൻ്റെ ഉള്ളിൽ 2.5 ലക്ഷത്തിൻ്റെ മീതെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവർക്കൊക്കെ ചെറിയ ചെറിയ ബോട്ടുകളുണ്ട്. അവരങ്ങനെയാണ് പുറത്തേക്ക് വരുന്നതും സ്കൂളിൽ പോകുന്നതൊക്കെ. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അയാൾ പറഞ്ഞത് അയാളും ഈ ദാൽ ലേക്കിൽ താമസിക്കുന്ന ഒരാളാണെന്നാണ്. ദാൽ ലേക്കിൽ മാത്രമായിട്ട് 1500-ന്റെ മീതെ ഹൗസ് ബോട്ടുകളും 6000-ന്റെയും 7000-ന്റെ ഇടയിൽ ഇതേപോലെയുള്ള ഷിക്കാരകളും ഉണ്ട് അത്ര. ജാവേദ് ഭായി ആണ് ഞങ്ങളുടെ ജാവേദ് ഭായി. अगर रात को भी चलेंगे तो ये चलता है. अच्छा. ये इसमें कोई ये नहीं है. हाँ. जो शाम का टाइम बंद होना चाहिए नहीं. ऐसा नहीं है. ऐसा सीजन में जैसे रात को भी चलता है. रात को भी 12-1 बजे 2 बजे तक चलता रहता है. मगर अभी हमारा टाइम रहता है, हम 10 बजे घर जाते हैं. दिसंबर जनवरी का महीना जो होता है उस टाइम में फ्रीज होता है ना. पूरा നടുക്കിലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. മാഗിയും സാധനങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് നമുക്ക് വേണച്ചാൽ കഴിക്കാം. ഈ കാണുന്ന പുല്ല് വെറും പുല്ലല്ല, ഇത് ഫ്ലോട്ടിംഗ് ലാൻഡ് എന്നാണ് പറയുക. ഇതിൻ്റെ മുകളിൽ കൂടെ നടക്കുകയൊക്കെ ചെയ്യാത്രേ. അത് കെട്ടി വെച്ചിട്ട് ആണുള്ളത്. അവർ കെട്ടി വെച്ചിട്ടുള്ളതാണ്. അതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോവുമില്ലെങ്കിൽ അതുകൊണ്ട് അവരങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ ഭാഗത്ത് ഇതുപോലെ കാണാം. ഇതിൻ്റെ മുകളിൽ കൂടെ നടക്കാം എന്ന് പറയാനായിട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും അത്ഭുതം തോന്നി കേട്ടോ. ഇതൊക്കെ ഓരോരുത്തരുടെ സ്വന്തമായിട്ട് വെച്ചിരിക്കുക അത്ര. ഇത് കണ്ടോ കെട്ടി വെച്ചിട്ടുള്ളത്. ഇങ്ങനെ കെട്ടി വെക്കുകയാണ് അത്ര ചെയ്യുക. ഇത് ഇതിൻ്റെ മുകളിൽ കൂടെ നടക്കണം. ലാൻഡാണത്. ലാൻഡാണ് അത്ര. അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് നടക്കാൻ പറ്റും. എവിടെ സൺസെറ്റ് എന്താ രസം. ഇതിലൊക്കെ ലോക്കൽ ആൾക്കാരുടെയാണ്. അവർക്കൊക്കെ വഞ്ചിയുണ്ട്, നമ്മുടെ ആലപ്പുഴയിലൊക്കെ ഉള്ള പോലെ. ചെറിയ ദ്വീപുകൾ ഇതിൻ്റെ ഉള്ളുണ്ട്. അതിലാണ് ഇത്ര വീട് വെച്ചിട്ടുള്ളത്. വീടുകൾ ഇതൊക്കെ ലോക്കൽ ആൾക്കാരുടെ. ഇതിന് പുറത്ത് ഇതാണ് മീന ബസാർ. ഇത് തുടക്കമാണ് മീന ബസാറിൻ്റെ. ഉള്ളിലേക്ക് ഒരുപാടുണ്ട്. ഇവിടെ ഒരുപാട് കടകളുണ്ട് പലതരത്തിലുള്ളത്. ഇവരൊക്കെ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ചോദിക്കുന്നുണ്ട് നമ്മളുടെ അടുത്ത് സാഫ്രൺ വേണോ, അതുപോലെ ഓരോ സാധനങ്ങളായിട്ട് വിൽക്കാനുള്ള ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ടായിരുന്നു. അതല്ലാതെ തന്നെ നമ്മൾക്ക് കടകളിൽ കയറിയിട്ട് വാങ്ങുകയും ചെയ്യാം. ഇതൊക്കെ ഇവിടെ ഇഷ്ടംപോലെ കടകളുണ്ട്. 2 സൈഡിലും ഇഷ്ടംപോലെ കടകളുണ്ടായിരുന്നു. ഞങ്ങൾ ബോട്ടിലുണ്ടായിരുന്ന ഏകദേശം 2 മണിക്കൂറോളം ജാവേദ് ഭായി ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ലേക്കിനെ പറ്റിയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. 22,000 ചതുരശ്ര കിലോമീറ്ററാണ് അത്ര ഈ ലേക്കിൻ്റെ സൈസ്. ലേക്കിൻ്റെ ഉള്ളിൽ മാത്രം 2.5 ലക്ഷത്തിൻ്റെ മീതെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. पानी का लेवल ज्यादा ऊपर नीचे नहीं आता है. जाता है थोड़ा सा, उतना ज्यादा नहीं. उतना ज्यादा नहीं. समझो ये लेवल ये थोड़ा कम ज्यादा बस उतने. 2.5 ലക്ഷം ആൾക്കാർ താമസിക്കേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ ഉള്ളിൽ വീടും കടയൊക്കെ കൂടിയിട്ടുള്ളതാണ്. 200 से स्टार्टिंग है 1 लाख तक. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ താമസിക്കേണ്ട ആൾക്കാർ ഈ ലേക്കിൻ്റെ ഉള്ളിൽ 2.5 ലക്ഷം ആൾക്കാർ താമസിക്കേണ്ടത് എനിക്ക് വിശ്വസിക്കാൻ പറ്റും. എനിക്ക് ഭയങ്കര അത്ഭുതമാണ് തോന്നുന്നത്. ഇതങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാൽ നല്ല രസം കേട്ടോ. വാങ്ങാൻ ചെന്നറിയാം എൻ്റെ കഥകൾ. പിന്നെ
ഇതിൻ്റെ ഉള്ളിൽ 2.5 ലക്ഷം ആൾക്കാർ വെറുതെയാണ് താമസിക്കുമെന്നല്ല കേട്ടോ. ഇതിനുള്ളിലൊക്കെ ഓരോ ചെറിയ ചെറിയ ഗ്രാമങ്ങളാണത്രേ. ആ ഗ്രാമങ്ങളിലാണ് ആൾക്കാർ താമസിക്കുന്നത്. ഓരോ ഗ്രാമത്തിൻ്റെ പേരിലും അങ്ങനെയൊക്കെയാണ് ആൾക്കാരുടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ വീടുകളും വലിയ വലിയ വീടുകളും ഒക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇതൊരു സൂപ്പർ മാർക്കറ്റാണ്. വെള്ളത്തിൻ്റെ ഉള്ളിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റ്. ഫ്ലോട്ടിംഗ് മാർക്കറ്റൊന്നും അല്ല കേട്ടോ, ശരിക്കുള്ള ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് വാങ്ങാനുള്ളതാണ്. മീന ബസാർ. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ജലപാതകളുണ്ട്. എല്ലാവരും ഒരേ പാതയിൽ കൂടെ ഒന്നല്ല പോവുക, ഓരോരുത്തരും അവരവർക്ക് തോന്നുന്ന സ്ഥലത്ത് കൂടെയൊക്കെയാണ്. ഇത് കണ്ടില്ലേ, ഒരു സാധാരണ പലചരക്ക് കട. ചിലർ പൂക്കളൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ വരുമാന മാർഗമല്ലേ. അങ്ങനെ എല്ലാ കടകളിലൊക്കെ ലൈറ്റ് ഇട്ട് തുടങ്ങി. ഫോട്ടോ എടുക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ലക്ഷ്യം. പല രീതിയിലും പോസ് ചെയ്തിട്ടൊക്കെയാണ് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നത്. സുഖമായിട്ടിരിക്കുന്നു. ഇവിടുന്ന് ചായ വാങ്ങാൻ പോവാണ്. ഞങ്ങളൊരു ചായ വാങ്ങി കടയിൽ നിന്ന്. ജാവേദ് ഭായിക്ക് ഒരു ചായ വാങ്ങിക്കൊടുത്തു. അയാൾക്ക് അവരെന്തോ തിന്നാൻ കൊടുത്തു കേട്ടോ. ഷിക്കാരയിലുള്ള യാത്ര നല്ല രസമുണ്ട്. ഭയങ്കര രസം തന്നെ കേട്ടോ. നല്ല അതൊരു ശബ്ദശല്യമൊന്നും ഇല്ലാണ്ട് ഹൗസ് ബോട്ടിൻ്റെ ഉള്ളിൽ ആൾക്കാരിരുന്ന് ഭക്ഷണം കഴിക്കണം ഒക്കെ ഉണ്ട്. ലൈറ്റുകളൊക്കെ ഇട്ട് തുടങ്ങി ഹൗസ് ബോട്ടിൽ. നല്ല രസമായിട്ടാണ്. ഇരുട്ടാകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ, നല്ല രസമുണ്ട്. ഏടാ, तो ये विंटर के टाइम में ये गांव लोगों को भी आना जाना मुश्किल हो जाएगा ना? तो कितने महीने तक का ये ऐसा फ्रोजन रहता है? ये लेक का आइस रहता है लेक में? തിരിച്ചു പോവാണ്. ഓരോരുത്തരിങ്ങനെ ഉണ്ട്. നല്ല രസം കേട്ടോ. ഹൗസ് ബോട്ടുകളൊക്കെ ലൈറ്റ് ഇട്ടിട്ടേ നല്ല ഭംഗി. ഈ പുറത്താണെന്നുണ്ടെങ്കിൽ മറ്റേ ഇന്ത്യ ഒരു സൈഡിൽ മുഴുവൻ ഹൗസ് ബോട്ട്, മറ്റേ സൈഡിൽ റോഡില്ല. ATM ലൈറ്റൊക്കെ ഇട്ടു. എന്താ ഇവിടെ ഉള്ളവർക്ക് പൈസ കൊടുക്കണം വെച്ചാൽ തന്നെ വേണേ. വണ്ടി പാർക്കിംഗ്. അങ്ങനെ ജാവേദ് ഭായിക്ക് പറഞ്ഞ പൈസയും കൊടുത്ത് ഞങ്ങൾ ഷിക്കാരയിൽ നിന്ന് പുറത്തിറങ്ങി. ബൈക്ക് എടുത്തിട്ട് ഞങ്ങൾ വേഗം തിരിച്ച് ഹോട്ടലിലേക്ക് തിരിച്ചു പോയി. പിറ്റേ ദിവസം രാവിലെ വീണ്ടും ഞങ്ങൾക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ്. അടുത്ത യാത്ര ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്കാണ്. ആ യാത്രയുടെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.